ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ടുഡേയ്സ് ഓൺലൈൻ ക്ലാസ്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് എൻട്രീസ് എങ്ങനെ എഴുതുമെന്നാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് ഹെഡ് ഓഫീസ് അക്കൗണ്ട്സ് എങ്ങനെയാണ് ഇൻകോർപ്പറേഷൻ ജേർണൽ എൻട്രീസ് എഴുതുക എന്നാണ്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബ്രാഞ്ച് അക്കൗണ്ട് ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ, അതല്ലെങ്കിൽ ട്രയൽ ബാലൻസ് ഹെഡ് ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്തതിന് ശേഷം ബ്രാഞ്ച് അക്കൗണ്ട് എങ്ങനെ ക്ലോസ് ചെയ്യും, ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എങ്ങനെ ക്ലോസ് ചെയ്യും, അതിൻ്റെ ജേർണൽ എൻട്രീസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ദെൻ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇത്തരം ജേർണൽ എൻട്രീസ്, അതായത് ബ്രാഞ്ചിൻ്റെ ബുക്സ് ക്ലോസ് ചെയ്യുന്ന ജേർണൽ എൻട്രീസ് വിത്ത് ഹെഡ് ഓഫീസ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പേജ് നമ്പർ 224 ഇല്ലസ്ട്രേഷൻ 29 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഫോളോയിങ് ഈസ് ദ ട്രയൽ ബാലൻസ് ഓഫ് മുംബൈ ബ്രാഞ്ച് ആസ് ഓൺ 31/3/2018. സെയിൽസ് ഡെബിറ്റ് കോളല്ല, ക്രെഡിറ്റ് കോളാണ്, സെയിൽസ് ആണ്. ഞാൻ ഇനി അത് പറയുന്നില്ല, കുട്ടികൾ മനസ്സിലാക്കുക. സെയിൽസ് ക്രെഡിറ്റ് 1,80,000, പർച്ചേസസ് 40,000, ഓപ്പണിംഗ് സ്റ്റോക്ക് 14,000, sundry debtors 10,000, sundry creditors 15,000 credit, goods from head office 56,000, salaries 15,000, office expenses 10,000, cash in hand 20,000, cash at bank 40,000, head office account 6,000 credit ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് 4,000, ടോട്ടലി 2,05,000. ക്ലോസിംഗ് സ്റ്റോക്ക് അവസാനം തന്നിരിക്കുന്നു 12,000 രൂപയാണ്. ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ഹെഡ് ഓഫീസ് ബുക്സ് showed a debit balance of rupees 3,500. Cash remitted by branch rupees 2,500 has not reached the branch till the closing date. അപ്പോൾ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ഉണ്ട്. ഷോ ക്ലോസിംഗ് എൻട്രീസ് ഇൻ ബ്രാഞ്ച് ബുക്സ് ആൻഡ് ഓൾസോ ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കത് ബോർഡിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ആദ്യം നമുക്ക് ക്ലോസിംഗ് എൻട്രീസ് ഓഫ് ബ്രാഞ്ച് ബുക്സ്, അതായത് ക്ലോസിംഗ് എൻട്രീസ് ഇൻ ബ്രാഞ്ച് ബുക്സ് ആണ് എഴുതേണ്ടത്. ബ്രാഞ്ച് ബുക്സിൻ്റെ ക്ലോസിംഗ് എൻട്രീസ് എഴുതുന്ന സമയത്ത് നമ്മൾ സാധാരണ ജേർണൽ തന്നെയാണ്. അതിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് ആൻഡ് പി ആണ്, രണ്ടും ഒന്നിച്ചാണ്. ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് അക്കൗണ്ടും പിന്നീട് ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് അക്കൗണ്ടൊക്കെ എഴുതിയിട്ടാണ് പോകുന്നത്. പക്ഷേ എല്ലാ കേസിലുള്ള പോലെ തന്നെ ഇവിടെ ഒരു ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ഉണ്ട്. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ഉണ്ടെങ്കിൽ അത് എവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? അത് ബ്രാഞ്ച് ബുക്കിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലേക്ക് പോകാൻ നമുക്ക് ആദ്യം ക്യാഷ് ഇൻ ട്രാൻസിറ്റിൻ്റെ ജേർണൽ എൻട്രി എഴുതാം. ക്യാഷ് ഇൻ ട്രാൻസിറ്റിൻ്റെ എമൗണ്ട് 2,500 രൂപയാണ്. Cash in transit account debtor 2,500. 2,500 to head office. $2,500. ഇതാണ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ജേർണൽ എൻട്രി. നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ഇത് ബ്രാഞ്ച് ബുക്സിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നും പഠിച്ചതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ഇൻകോർപ്പറേറ്റ് അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാനുള്ള ജേർണൽ എൻട്രി, ഇതിനെ ക്ലോസിംഗ് എൻട്രീസ് എന്നാണ് പറയാം. രണ്ടാമത്തെ പോയിന്റ്. ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെറ്റർ. ഇനി നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് 1 by 1 ആയിട്ട് എടുത്ത് എഴുതാം. ആദ്യം നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതാം. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് 14,000 ആണ്, 14,000.
ഓപ്പണിംഗ് സ്റ്റോക്ക് കഴിഞ്ഞാൽ അടുത്തത് പർച്ചേസസ്. പർച്ചേസസിൻ്റെ എമൗണ്ട് 40,000 ആണ്. ഇത് രണ്ടും എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഡെബിറ്റ് സൈഡിൽ വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതിലൊരു ഐറ്റം പർച്ചേസസിൻ്റെ കൂടെ തന്നെ എഴുതാനുള്ളതുണ്ട്, ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ്. ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസിൻ്റെ എമൗണ്ട് 56,000 ആണ്, 56,000. ഇനി ഡയറക്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് വേജസോ അങ്ങനെയൊന്നും കാണാനില്ല. ഇനിയുള്ളത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇതിൽ ട്രേഡിംഗ് P&L അക്കൗണ്ട് ആയതുകൊണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൂടി നമുക്ക് എഴുതാം. ടു സാലറീസ്. സാലറീസ് 15,000. 15,000. ഒരു ഐറ്റം കൂടിയുണ്ട്, ടു ഓഫീസ് എക്സ്പെൻസ്. ഓഫീസ് എക്സ്പെൻസ് 10,000. ഇനി അതൊക്കെ കൂടി കൂട്ടി ഡെബിറ്റ് ചെയ്യുക. 40, 106, 1, 35, 1,35,000. ഇത് കഴിഞ്ഞാൽ ഇനി ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ജേർണൽ എൻട്രി എഴുതി. ഇനി ക്രെഡിറ്റ് സൈഡ് ക്ലോസ് ചെയ്യുന്ന ജേർണൽ എൻട്രി എഴുതണം. ഇതിൻ്റെ ഓപ്പോസിറ്റ് ജേർണൽ എൻട്രിയാണ് വരിക. ക്രെഡിറ്റ് സൈഡിൽ ആദ്യം വരിക സെയിൽസ് അക്കൗണ്ടാണ്. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ. സെയിൽസ് 1,80,000. അടുത്ത സെയിൽസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ. ക്ലോസിംഗ് സ്റ്റോക്ക് 12,000. ഞാൻ ക്രെഡിറ്റ് കോളത്തിൽ എന്തെങ്കിലും ഇൻകം തന്നിട്ടുണ്ടോ നോക്കുക. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഉണ്ട് ഒരു 4,000. അപ്പോൾ അത് എഴുതുക. ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട് ഡെറ്റർ 4,000 to ഹെഡ് ഓഫീസ് അക്കൗണ്ട് 180, 192, 196, 1,96,000. 1,96,000. അപ്പോൾ ഇത് ക്യാഷ് ഇൻ ട്രാൻസിറ്റ്, ഇത് ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട്, ഇത് ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇനി അസറ്റ്സ് ഉണ്ട്, ലയബിലിറ്റീസ് ഉണ്ട്. നമുക്കിത് ബോർഡ് ക്ലീൻ ചെയ്തിട്ട് എഴുതാം, അസറ്റ്സും ലയബിലിറ്റീസും. അസറ്റ്സ് ക്ലോസ് ചെയ്യാനുള്ള ജേർണൽ എൻട്രി എഴുതാം. ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെറ്റർ ടു, ആദ്യത്തെ അസറ്റ് നമുക്ക് നോക്കാതെ എഴുതാം, ടു ക്യാഷ്. ക്യാഷ് ഇൻ ഹാൻഡ് എമൗണ്ട് 20,000. to cash at bank 40,000.
ദെൻ നമുക്കിനി സൺട്രി ഡെപ്റ്റേഴ്സ്. സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് 10,000, 10,000. സൺട്രി ഡെപ്റ്റേഴ്സ് കഴിഞ്ഞാൽ അടുത്തത് ക്ലോസിംഗ് സ്റ്റോക്ക്. വെറും സ്റ്റോക്ക് ഒന്ന് എഴുതിയാലും മതി കേട്ടോ. ക്ലോസിംഗ് സ്റ്റോക്ക് 12,000. ഇനി എഴുതാൻ വിട്ടുപോകുന്നൊരായിട്ടുണ്ട് ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. നമ്മുടെ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അയച്ചിട്ടുണ്ട്, പക്ഷെ അതവിടെ കിട്ടിയിട്ടില്ല. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് 2,500. ഇതിൻ്റെ ടോട്ടല് ഡെബിറ്റ് ചെയ്യാം. 20, 40, 70, 82, 84,500, 84,400. നരേഷൻ വേണമെങ്കിൽ എഴുതാം. എന്താണ് ബ്രാഞ്ച് അസറ്റ്സ് ക്ലോസ്ഡ് എന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഇനി 5ാമത്തെ പോയിൻ്റാണ്, അതായത് ലയബിലിറ്റി ക്ലോസ് ചെയ്യുന്ന ജേർണൽ എൻട്രിയാണ്. സൺട്രി ഒരു ലയബിലിറ്റി തന്നെ കാണാമല്ലോ. സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ. സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 15,000. ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ഹെഡ് ഓഫീസ് അക്കൗണ്ട് 15,000. നരേഷ് എഴുതാം ബീയിങ് ബ്രാഞ്ച് ലയബിലിറ്റീസ് ക്ലോസ്ഡ് എന്ന് എഴുതാം. അപ്പോൾ ക്ലോസിംഗ് ജേർണൽ എൻട്രീസ് കഴിഞ്ഞു. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് പോലെയുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് ആദ്യം എഴുതുക. അതിനുശേഷം ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ക്ലോസ് ചെയ്യുന്ന, ഡെബിറ്റ് സൈഡ് ഐറ്റംസ് ക്ലോസ് ചെയ്യുന്ന ജേർണൽ എൻട്രി എഴുതുക. അതിനുശേഷം ട്രേഡിംഗ് P&L അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് ക്ലോസ് ചെയ്യുന്ന ജേർണൽ എൻട്രി എഴുതുക. അതിനുശേഷം അസറ്റ്സ് ക്ലോസ് ചെയ്യുന്ന ജേർണൽ എൻട്രി എഴുതുക. ദെൻ ലയബിലിറ്റി ക്ലോസ് ചെയ്യുന്ന ജേർണൽ എൻട്രി എഴുതുക. ഇനി ഇത് വെച്ച് ഈ ബ്രാഞ്ച് ബുക്സിൽ ഒരു ഹെഡ് ഓഫീസ് അക്കൗണ്ട് വരയ്ക്കണം. നമുക്കിനി ഹെഡ് ഓഫീസ് അക്കൗണ്ട് വരയ്ക്കാം. ഇപ്പോൾ ഹെഡ് ഓഫീസ് അക്കൗണ്ടാണ് വരച്ചിട്ടുള്ളത്. ബ്രാഞ്ച് ബുക്കിലെ ഹെഡ് ഓഫീസ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം തന്നെ നമ്മളിതുവരെ ഹെഡ് ഓഫീസ് ബുക്സിൽ ബ്രാഞ്ച് അക്കൗണ്ടാണ് വരയ്ക്കാറുള്ളത് സാധാരണ. ഇതിലാദ്യം തന്നെ നമുക്ക് ബാലൻസ് എഴുതാം. ക്രെഡിറ്റ് ബാലൻസ് ആണ് വരിക. ബൈ ബാലൻസ് ബ്രോഡ് ഓൺ നമുക്ക് തന്നിട്ടുണ്ട്. ഹെഡ് ഓഫീസ് അക്കൗണ്ട് 6,000 ആണ്. 6,000. ഇനി നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് ജേർണൽ എൻട്രീസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ആദ്യത്തെ ജേർണൽ എൻട്രി ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് അറ്റ് ടു ഹെഡ് ഓഫീസ് ആണ്. അപ്പോൾ ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ ബൈ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് by cash in transit 2,500, 2,500. ദെൻ അടുത്തത് ഹെഡ് ഓഫീസ് അക്കൗണ്ട് അറ്റ് 2 പർച്ചേസസ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, അത്തരം ഐറ്റംസ് ആണ്. ദെൻ അത് നമുക്ക് എല്ലാം എഴുതാതെ ടു സൺട്രി എക്സ്പെൻസസ് എന്ന് പറഞ്ഞ് എഴുതിയാലും മതി. Sundry expenses 1,35,000. അടുത്തത് ഇൻകംസ് ആണ്, ക്രെഡിറ്റ് സൈഡ് ആണ്. ദെൻ അത് ബൈ സൺട്രി ഇൻകംസ്.
ഇത് സെപ്പറേറ്റ് എഴുതിയിരുന്നാണ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ. ഇവിടെ ട്രേഡിങ്ങും അതുപോലെ തന്നെ P&L അക്കൗണ്ടൊക്കെ ഒന്നിച്ചായതുകൊണ്ട് സൺട്രി ഇൻകംസ് എക്സ്പെൻസ് എന്ന് എഴുതിയാലും മതി. അത് 1,96,000. 1,96,000. ഇനിയുള്ളത് അസറ്റാണ്. അസറ്റ് ടു അസറ്റ്സ്, ടു സൺട്രി അസറ്റ്സ് എന്ന് വേണമെങ്കിൽ എഴുതാം. ഒന്നിച്ച് ഉള്ള അർത്ഥത്തിൽ ടു സൺട്രി അസറ്റ്സ് 84,500. 84,500. ഇനി ലയബിലിറ്റീസ് ആണ് ബൈ സൺട്രി ലയബിലിറ്റീസ് എമൗണ്ട് 15,000. എത്രയാണല്ലോ രണ്ട് സൈഡ് ഈക്വലായിട്ട് വരയ്ക്കാം. ടോട്ടല് 2,19,500. ഡബിൾ ലൈൻ ചെയ്യാം. ഡബിൾ ലൈൻ ചെയ്യാം. ഇത്രയാണുള്ളത്. ഇനി ഇതിന് പകരം ഈ സൺട്രി എക്സ്പെൻസ് എഴുതാതിരിക്കാം, സൺട്രി ലയബിലിറ്റീസ് എഴുതാതിരിക്കാം. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അതുപോലെ തന്നെ ലയബിലിറ്റീസ് അല്ല കേട്ടോ, സൺട്രി ഇൻകംസ്. ലയബിലിറ്റീസ് എഴുതണം. ലയബിലിറ്റീസ് എന്തായാലും എഴുതേണ്ടി വരും. സൺട്രി ഇൻകംസ് എഴുതാതിരിക്കാം, നമുക്ക് സൺട്രി എക്സ്പെൻസ് എഴുതാതിരിക്കാം. അതിന് പകരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ റിസൾട്ടായിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ അതേപോലെ ബ്രാഞ്ചിൻ്റെ ചെയ്ത പോലെ, അതായത് ഹെഡ് ഓഫീസ് ബുക്സിൽ ചെയ്ത പോലെ P&L അക്കൗണ്ട് മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അതിൻ്റെ എക്സ്പ്ലനേഷൻ അടുത്ത പേജിലുണ്ട്. പേജ് നമ്പർ 226 226 ഞാനിവിടെ P&L അക്കൗണ്ട് ചെയ്യാത്ത കാരണം കൊണ്ട് തന്നെ ആ മെത്തേഡ് ഇവിടെ ചെയ്യുന്നില്ല. അത് നമുക്ക് ആവശ്യമില്ല, നിർബന്ധമാണെങ്കിൽ ചെയ്യാം. അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടെന്ന് ഒരു ടൈപ്പിൽ കാണിച്ചുല്ലോ. പിന്നെ അതിൻ്റെ ഒരു വേറെ അക്കൗണ്ട് മാത്രമാണിത്. അപ്പോൾ അതുകൊണ്ട് അതുകൂടി ഒന്ന് കുട്ടികളൊന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് ഈ മോഡൽ തന്നെ, സാധാരണ ഈ മോഡലാണ് ചെയ്യുന്നത്, ഈ മോഡലിനെ ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 226 ഇല്ലസ്ട്രേഷൻ 30 ആണ്. യു ആർ ഗിവൺ ദ ട്രയൽ ബാലൻസ് ഓഫ് എ ഹെഡ് ഓഫീസ് ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ച് ആസ് ഓൺ 31 March 2019. ഹെഡ് ഓഫീസിൻ്റെയും ബ്രാഞ്ചിൻ്റെയും ഡെബിറ്റും ക്രെഡിറ്റും തന്നിട്ടുണ്ട്. അത് കുറേ ഐറ്റംസ് ഉണ്ട്, ഞാൻ വായിക്കുന്നില്ല. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് ഹെഡ് ഓഫീസ് 40,000, ബ്രാഞ്ച് 10,000. ഗുഡ്സ് വർത്ത് ₹20,000 ഈസ് ഇൻ ട്രാൻസിറ്റ്. 3 റെൻ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഹെഡ് ഓഫീസ് 2,000, ബ്രാഞ്ച് 1,000. 4 ഡിപ്രീസിയേറ്റ് മെഷീനറി ബൈ 25% ആൻഡ് ഫർണിച്ചർ ബൈ 20%. പ്രിപ്പയർ columnar trading P&L account and general P&L account and a consolidated balance sheet, incorporation entries and a branch account in the head office books on incorporation. ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിത് ബോർഡിൽ സോൾവ് ചെയ്യാം. ഇതാണ് നമ്മുടെ കോളംനർ ഫോം ട്രേഡിംഗ് P&L അക്കൗണ്ട്. കോളംനർ ഫോമിൻ്റെ പ്രത്യേകത ഹെഡ് ഓഫീസും ബ്രാഞ്ചും ഒരേ ട്രേഡിംഗ് P&L അക്കൗണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കോളംനർ ഫോമിൽ വരയ്ക്കാൻ പറയുമ്പോൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, ഒന്നിച്ച് ചെയ്തു പോകാമെന്ന് മാത്രം. ഈ ക്വസ്റ്റ്യനിൽ ഈ ട്രയൽ ബാലൻസ് രണ്ടിൻ്റെയും തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിലുള്ളൊരു ഡിഫറൻസ് ഹെഡ് ഓഫീസ് ആൻഡ് ബ്രാഞ്ച്. ആദ്യത്തെ ഹെഡ് ഓഫീസ് ബാലൻസ് ക്രെഡിറ്റ് 20,000 ആണ്, പക്ഷേ ബ്രാഞ്ച് അക്കൗണ്ട് ബാലൻസ് 54,000. അവിടെ ഒരു 34,000 ഡിഫറൻസ് ഉണ്ട്. അത് സൊല്യൂഷനിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഈ 34,000 ഡിഫറൻസ് ഉള്ളതിൽ നമുക്ക് രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നു, ഗുഡ്സ് വർത്ത് ₹20,000 ഈസ് ഇൻ ട്രാൻസിറ്റ്. ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് 20,000, ബ്രാഞ്ചിൻ്റെ ബാലൻസ് എത്രയാണ്, 54,000 ആണ്. അപ്പോൾ ഇവിടെ ഒരു ഡിഫറൻസ് ഉള്ളത് എത്രയാണ്, 34,000 ആണ്. ഇതിലൊരു കാര്യം പറയുന്നത് എന്താണ്, രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിലെ ഗുഡ്സ് വർത്ത് ₹20,000 ഈസ് ഇൻ ട്രാൻസിറ്റ് ആണ്. അപ്പോൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എത്രയാണ്, 20,000.
അപ്പോൾ ബാലൻസ് വീണ്ടും എത്രയാണ്? 14,000. ഈ 14,000 ഇറ്റ് ഈസ് ടു ബി അസ്യൂംഡ് ആസ് എന്താണ്? ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആയിട്ട് ഇതിനെ അസ്യൂം ചെയ്യാം. അപ്പോൾ ഇത് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഒപ്പവും ഇതെവിടേക്കാണ്? ക്ലോസിംഗ് സ്റ്റോക്കിലും ഇത് ബാലൻസ് ഷീറ്റിലേക്കും എന്ത് ചെയ്യേണ്ടി വരും? അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. ഇനി നമുക്ക് സാധാരണ പോലെ ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങാം. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് നമുക്ക് തുടങ്ങാം. ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് 20,000-ഉം 16,000-ഉം. ഓപ്പണിംഗ് സ്റ്റോക്ക് അതാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 20,000, 16,000. ദെൻ ടു പർച്ചേസസ്. പർച്ചേസസ് ബ്രാഞ്ചിന് ഇല്ല. 1,60,000. ഇത് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെയിൽസ് എഴുതാം. ബൈ സെയിൽസ് നോക്കുക. സെയിൽസ് 1,09,000. രണ്ട്, അതായത് ഹെഡ് ഓഫീസിനും ബ്രാഞ്ചിനും സെയിൽസ് ഉണ്ട്. ഹെഡ് ഓഫീസിൻ്റെ സെയിൽസ് 1,90,000. ബ്രാഞ്ചിൻ്റെ സെയിൽസ് 96,000. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ എടുത്ത് എഴുതാം. അല്ല, ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ് ഉണ്ട്. അത് പർച്ചേസിനോട് ചേർത്ത് പറയേണ്ടതാണ്. ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ്. ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ് 60,000. അത് ബ്രാഞ്ചിൽ മാത്രമേ വരുള്ളൂ എന്നറിയാലോ. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഹെഡ് ഓഫീസ് ബുക്സിൽ വരും ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. Goods sent to branch 60,000. അവിടെ 60,000 അല്ല, 80,000 ആണ്. കാരണം ഗുഡ്സ് വർത്ത് ₹20,000 ഈസ് ഇൻ ട്രാൻസിറ്റ് കാരണം കൊണ്ടാണത്. 60,000 പ്ലസ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഹെഡ് ഓഫീസിൽ 60ഉം 80ഉം ബ്രാഞ്ചിൽ 60ഉമാണ് കേട്ടോ. അപ്പോൾ ഡെബിറ്റ് 60 കാണിച്ചാലും ക്രെഡിറ്റ് നമുക്ക് 80 കാണിക്കേണ്ടിയിരിക്കുന്നു. ദെൻ അടുത്തത് എന്തെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഒന്നുമില്ല, ഡയറക്റ്റ് എക്സ്പെൻസ് ഒന്നും തന്നെ ഇല്ല. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതാം. ക്ലോസിംഗ് സ്റ്റോക്ക് നോക്കുക. 40,000 10,000 പറഞ്ഞിട്ടുള്ളത്. 40,000 ആൻഡ് 10,000 ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് പറഞ്ഞിട്ടുള്ളത്. അത് എഴുതുക. ഇത്ര ആയിക്കഴിഞ്ഞാൽ ഇവിടെ 90,000 1,06,000. $3,10,000 1,06,000. ഇനി ബാലൻസ് ചെയ്യാം. 60ഉം 10ഉം 76 76,000 ആകുമ്പോൾ 30,000.
ഇവിടെ 1,80,000 ആകുമ്പോൾ 1,30,000. ടു ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ ഇവിടെ ബൈ gross profit brought down 1,30,000, then 30,000. ഇനി നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് നോക്കാം. ഇതിൽ കുറേ സാലറി, റെൻറ്റ് പോലുള്ള ഐറ്റംസ് പറയുന്നുണ്ട്. ഇതിന് ആദ്യം റെൻറ്റ്. ടു റെൻറ്റ് 10,000, then 7,000. ഇപ്പോൾ ഇവിടെ റെൻറ്റ് തന്നിട്ടുള്ളത് 8,000ഉം 6,000 ആണ് നമുക്ക്. അതിൽ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. 8,000 കൂടെ 2,000 കൂട്ടുമ്പോൾ 10,000ഉം 6,000 കൂടെ 1,000 കൂട്ടുമ്പോൾ 7,000 ആണ് വരിക. റെൻറ്റ് പ്ലസ് ഔട്ട്സ്റ്റാൻഡിങ്, അങ്ങനെയാണ് നമുക്ക് 10,000ഉം 7,000 വരും. 10,000 ആൻഡ് 7,000. ഇതിനടുത്ത ഐറ്റം സാലറി. 16,000 ആൻഡ് 4,000. and 4,000. ഇനി നമുക്ക് ഡിപ്രീസിയേഷനാണ്. ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ മൂന്നാമത്തെ പോയിൻ്റായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് എഴുതുക. ടു ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്. അപ്പോൾ ആദ്യം മെഷീനറി. ഇനി കുട്ടികളത് ശ്രദ്ധിക്കുക. ഡിപ്രീസിയേറ്റ് മെഷീനറി ബൈ 25% ആൻഡ് ഫർണിച്ചർ ബൈ 20% ആണ്. മെഷീനറി ഹെഡ് ഓഫീസിന് 60,000 രൂപയാണ്. 60,000 രൂപയുടെ 10% എന്ന് പറയുമ്പോൾ 6,000, 20% എന്ന് പറയുമ്പോൾ 12,000. ദെൻ 25% എന്ന് പറയുമ്പോൾ 15,000. അടുത്തത് ഫർണിച്ചറിന് 20%. അല്ല, ഇനി ബ്രാഞ്ചിന് എഴുതാണ്ട്. ബ്രാഞ്ചിൻ്റെ 40,000 ആണ്. അപ്പോൾ 4,000, 8, 2, 10, 10,000. ഓക്കെ. മെഷീനറി കഴിഞ്ഞാൽ അടുത്തത് ഫർണിച്ചറാണ്. ഫർണിച്ചറിന് 20% ആണ്. ഇത് 25% ആണ്. ഫർണിച്ചറിൻ്റെ എമൗണ്ട് നോക്കുക കുട്ടികൾ. ഫർണിച്ചറിന് ഹെഡ് ഓഫീസിന് 30,000 ആണ്. ദെൻ 30,000 ആകുമ്പോൾ 20% എന്ന് പറയുമ്പോൾ 6,000. ദെൻ ബ്രാഞ്ചിന് 24,000 ആണ്. അതിന് 20% 2,400, 4,800, 4,800. ഇതന്നെ എന്തെങ്കിലും ഇൻകംസ് എഴുതാണ്ടോ നോക്കുക. ഒന്നും എഴുതാനില്ല. അപ്പോൾ രണ്ട് സൈഡ് ഈക്വലായിട്ട് വരയ്ക്കുക, ബാലൻസ് ചെയ്യുക. അങ്ങനെ അപ്പുറത്തേക്ക് എഴുതുക. ഇനി ഇവിടുന്ന് കുറച്ച് എഴുതുക. ഇവിടെ 10, 10, 20, 6, 46, 47 കുറയ്ക്കുമ്പോൾ 83,000.
25,800 ആകുമ്പോൾ 4,200. അവിടെ 2 നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ 83,000-ഉം 4,200 ആണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. നമുക്കിത് മാത്രം വരച്ചാൽ പോരാ. ഇനി എന്ത് ചെയ്യണം? ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കണം. ദെൻ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വരയ്ക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ക്ലെയിം ചെയ്ത് ജനറൽ P&L അക്കൗണ്ടിലേക്ക് പോകാം. ഇവിടെ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ വലിയ ആപ്ലിക്കേഷനൊന്നുമില്ല. ആദ്യം തന്നെ നമുക്ക് ബൈ ബ്രാഞ്ച് അക്കൗണ്ട് ബ്രാക്കറ്റിൽ നെറ്റ് പ്രോഫിറ്റ് ആണ്. ബ്രാഞ്ചിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 4,200. അടുത്തത് ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ നിന്ന് സാധാരണ ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ നിന്ന് എഴുതില്ല. P&L അക്കൗണ്ടിൽ നിന്ന് എഴുതിയിട്ടാണ് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാക്കറ്റിലിടുക. തിരിച്ചാണ് വരിക. P&L അക്കൗണ്ട് ബ്രാക്കറ്റിൽ ഹെഡ് ഓഫീസാണ് വരിക. അത് 83,000. ഇത്രയും കഴിഞ്ഞാൽ വേറെ ഒന്നും എഴുതാമല്ലോ. നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് വരുന്ന എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അവിടെ എഴുതാം, ഡെബിറ്റ് ചെയ്യാം. വേറെ എന്തെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ ഒന്നുമില്ല. അപ്പോൾ അത് ജസ്റ്റ് ആഡ് ചെയ്യാം. ആഡ് ചെയ്യല്ല, ബാലൻസ് ചെയ്യാം. $87,200. ദെൻ അത് ബാലൻസിങ് ഫിഗറായിട്ട് എഴുതുക. ഇവിടെ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ബാലൻസിങ് ഫിഗർ. ഇത്രയാണ് ഇതിന് ചെയ്യാനുള്ളൂ കേട്ടോ. ഇനി നമുക്ക് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റാണ് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് നമുക്ക് ക്യാഷ് എഴുതാം. ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷുള്ളത് 2,000, 6,000 ക്യാഷുള്ളത്. അപ്പോൾ അതിൽ ഹെഡ് ഓഫീസിന് 2,000, ബ്രാഞ്ച് 6,000. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ഉണ്ട്. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആ എമൗണ്ട് എത്രയാണ്? 14,000 ആണ്. 14,000. അപ്പോൾ 2,000 14, 6, 20, 22,000 ആണ് ക്യാഷ്. $22,000 ക്യാഷ് എഴുതിയെന്ന് മനസ്സിലായാലോ. ബ്രാഞ്ച് ഹെഡ് ഓഫീസ് ക്യാഷ് 2,000, ബ്രാഞ്ച് 6,000, ക്യാഷ് ഇൻ ട്രാൻസിറ്റ് 14,000 ആണ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് വന്നിട്ടുള്ളത്. അതുകൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. ദെൻ അടുത്തത് ക്യാഷ് കഴിഞ്ഞാൽ പിന്നെ എഴുതാൻ പറ്റുന്നത് നമുക്ക് ഡെപ്റ്റേഴ്സ് എഴുതാം. ഡെപ്റ്റേഴ്സ് എഴുതാം.
ഡെപ്റ്റേഴ്സ് ഹെഡ് ഓഫീസ് ഡെപ്റ്റേഴ്സ് 10,000. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് 4,000. ദെൻ ഡെപ്റ്റേഴ്സ് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് സ്റ്റോക്ക് എഴുതാം. സ്റ്റോക്ക് ഹെഡ് ഓഫീസ് 40,000. ബ്രാഞ്ച് 10,000. ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് കൂടിയുണ്ട്. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് 20,000. 4 2 6 1 7 70,000. സ്റ്റോക്ക് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്യാഷ് എഴുതി, സ്റ്റോക്ക് എഴുതി, ഡെപ്റ്റേഴ്സ് എഴുതി. ഇനി നമുക്ക് ഫർണിച്ചർ. ഹെഡ് ഓഫീസിൻ്റെ ഫർണിച്ചർ എത്രയാണ്? 30,000 ആണ്. പക്ഷേ അതിന് ഡിപ്രീസിയേഷൻ ഉണ്ട്. ഡിപ്രീസിയേഷൻ നേരത്തെ നമ്മൾ എത്രയാണ് കണ്ടുപിടിച്ചത് നോക്കുക. മെഷീനറി ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ 6,000 ആണ്. ബ്രാഞ്ചിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ ഫർണിച്ചർ 30,000 ആണ്. അങ്ങനെ നമുക്കിത് മനസ്സിലായില്ലെങ്കിലോ? പ്ലസ് 6,000 ആകുമ്പോൾ 24,000. ഇനി ബ്രാഞ്ച് ഫർണിച്ചർ ബ്രാഞ്ചിന് 24,000. അതിന് 4,800 ആണ് ഡിപ്രീസിയേഷൻ. ലെസ് ഡിപ്രീസിയേഷൻ 4,800 കുറയ്ക്കുമ്പോൾ 4,800 കുറയ്ക്കുന്ന സമയത്ത് 19,200. രണ്ടും കൂടി കൂട്ടുന്ന സമയത്ത് നമുക്ക് 43,200. 43,200. ദെൻ ഫർണിച്ചർ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മെഷീനറിയാണ്. മെഷീനറി ഹെഡ് ഓഫീസ് മെഷീനറി 60,000 ആണ്. ലെസ് ഡിപ്രീസിയേഷൻ 15,000. $45,000. ഇനി ഹെഡ് ഓഫീസല്ല, ഇനി നമുക്ക് എന്താണ്? ബ്രാഞ്ചാണ്. ബ്രാഞ്ചിൻ്റെ എമൗണ്ട് എത്രയാണ്? 40,000 ആണ്. ലെസ് ഡിപ്രീസിയേഷൻ 10,000. അപ്പോൾ 30,000 കുറയ്ക്കുമ്പോൾ 30,000 ആണ്. അല്ല, ആഡ് ചെയ്യുമ്പോൾ 75,000. 75,000. ഇനി നമുക്ക്
ലയബിലിറ്റി സൈഡ് എഴുതാം. ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുള്ള ക്യാപിറ്റൽ 1,20,000 ആണ്. ക്യാപിറ്റൽ തന്നിട്ടുണ്ട് നമുക്ക് 1,20,000. 1,20,000. ആഡ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആണ്. 87,200. അപ്പോൾ ടോട്ടൽ 2,07,200. Then sundry creditors. Head office 1,000. Branch 4,000. $5,000. അല്ല, ഇതിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഹെഡ് ഓഫീസിൻ്റെ എമൗണ്ട് തെറ്റിയിട്ടാണ് ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. സൺട്രി ക്രെഡിറ്റേഴ്സ് നമുക്ക് 10,000 ആണ്. ഇത് 10,000 ആണ്. അപ്പോൾ ഇവിടെ 14,000 ആണ്. 14,000. 14,000 ആണ് കേട്ടോ. പ്രോബ്ലത്തിൽ തെറ്റിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ദെൻ അടുത്ത ഐറ്റം സാലറി ഔട്ട്സ്റ്റാൻഡിങ്. ലയബിലിറ്റി ആണ്. ഹെഡ് ഓഫീസ് 2,000. ബ്രാഞ്ച് 1,000. അങ്ങനെ 3,000. ടോട്ടൽ ചെയ്യുമ്പോൾ 2,24,200. $2,24,200. ഇവിടെ അത് 2,24,200. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ബ്രാഞ്ചും ഹെഡ് ഓഫീസും കൂടി ഒന്നിച്ച് കമ്പൈൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇതിൽ നമുക്ക് തന്നിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, അതുപോലെ തന്നെ നമ്മൾ കണ്ടുപിടിച്ചത് ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ട ഐറ്റംസാണ്. ബാക്കിയൊക്കെ സാധാരണ ബാലൻസ് ഷീറ്റ് പോലെ തന്നെ ബ്രാഞ്ചിൻ്റെയും ഹെഡ് ഓഫീസിൻ്റെയും ഒരു കമ്പൈൻഡ് ബാലൻസ് ഷീറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. വേറെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല കേട്ടോ. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.